ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേശ്വരത്തെത്താണ് സീമന്തിനിയെ കാണുമ്പോൾ തന്നെ രക്തം തെളിച്ചു പോകുന്നുണ്ട് ദുർഗയുടെ. തുടർന്ന് നിന്നോട് ഈ പണി ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദുർഗ സീമന്തിനിയുടെ നേരെ പൊട്ടിത്തെറിക്കുമ്പോൾ, ദുർഗയെ അയാൾ ചെയ്തതിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന് സീമന്തിനി പറയുമ്പോൾ തന്നെ സീമന്തിനിയുടെ കരണത്തടിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് എൻ്റെ വിശ്വേട്ടനെ നിൻ്റെ ഭർത്താവാണ് കൊന്നത് എന്നറിഞ്ഞത് മുതൽ നിൻ്റെ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ മുറിച്ചു മാറ്റി. നിന്നെയൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സീമന്തിനിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് ദുർഗ ചെയ്യുന്നത്. തുടർന്ന് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല ദുർഗയെ, സഹായിക്കാനും ആരും ഇല്ല എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, കിടന്ന കിടപ്പിൽ മുകളിലേക്ക് കിടക്കുന്ന നിൻ്റെ മോനെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തി ഭിക്ഷ എടുത്ത് ജീവിക്കാനൊക്കെ ദുർഗ പറയുന്നുണ്ട് സീമന്തിനിയോടായിട്ട്. തുടർന്ന് കണ്ണനെ ഒന്ന് കാണണമെന്ന് സീമന്തിനി പറയുമ്പോൾ, കണ്ണനെ കണ്ടിട്ടും പ്രയോജനമൊന്നുമില്ല, അവൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്കൊന്നും ഇനിയൊരു സഹായവും കിട്ടാൻ പോകുന്നില്ല. കരുണയെ വിളിച്ചു കൊണ്ടുവന്നതിന് ഉണ്ണിയോട് പോലും എനിക്കിപ്പോൾ സ്നേഹമില്ല, കണ്ണനോടും എനിക്കിപ്പോൾ ആരെയും ഞാൻ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയെ പിടിച്ചു തള്ളുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയത്താണ് കണ്ണൻ വരുന്നത്. അപ്പോൾ കണ്ണീരൊഴുക്കി വന്നിരിക്കുകയാണ് ദുർഗ പറയുമ്പോൾ, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങോട്ട് വീണ്ടും വരാൻ എന്ന് ചോദിച്ചുകൊണ്ട് സീമന്തിനിയുടെ നേരെ കണ്ണനും ദേഷ്യപ്പെടുന്നു. നീ മാസാമാസം കൊടുത്തിരുന്ന സാലറി നിർത്തിയല്ലോ, അതുകൊണ്ടിപ്പോൾ ധൂർത്തടിച്ച് ജീവിക്കാനൊന്നും കഴിയുന്നില്ല. തുടർന്ന് നിനക്കും നിൻ്റെ മോൾക്കും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ദുർഗ വീണ്ടും സീമന്തിനിയെ നാണം കെടുത്തുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഉണ്ണി എഴുന്നേറ്റ് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവന് പോലും ഞാനിനി സൗജന്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെയല്ലേ എൻ്റെ അച്ഛനെ കൊലയാളിയുടെ കുടുംബത്തോടെന്ന് കണ്ണൻ ചോദിക്കുന്നു. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, അയാൾ ചെയ്തതിന് ഞങ്ങൾ എന്ത് പിഴച്ചു കണ്ണാ, എങ്ങനെയെങ്കിലും സ്വാതിയുടെ കല്യാണം നടത്താനായിട്ട് നീ സഹായിക്കണമെന്ന് പറയുമ്പോൾ, സ്വാതിയുടെ കല്യാണം ഞാൻ മുൻപിൽ നിന്നും നടത്തി തരുമായിരുന്നു, പക്ഷേ ഇനി അതുണ്ടാവില്ല, അത്രയ്ക്ക് വലിയൊരു ദ്രോഹമാണ് നിങ്ങളുടെ ഭർത്താവ് എന്നോട് ചെയ്തത്. മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും വീൽ ചെയറിൽ സഞ്ചരിച്ചേനെ. എല്ലാത്തിനും കാരണം വാമദേവൻ എന്ന നിങ്ങളുടെ ഭർത്താവാണ്, അതുകൊണ്ട് സഹായം ചോദിച്ചുകൊണ്ട് ഈ പടി ചവിട്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും സീമന്തിനിയെ ആട്ടിയിറക്കി വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ജാനമ്മ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇത്ര സമയം കഴിഞ്ഞിട്ടും കുഞ്ഞിന് ഒരനക്കവും ഇല്ലാത്തത് ജാനമ്മയെ വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. ആര് നിർബന്ധിച്ചിട്ടായാലും ഈ പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു പാതകം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം സ്വയം മനസ്സിൽ പറഞ്ഞ് കുറ്റബോധം കൊണ്ട് നേറുന്നുണ്ട് കേട്ടോ ജാനമ്മ. ഇതേ സമയം മഹിയും ലേഖയും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടേക്ക് വരുന്നു. അപ്പോൾ ജാനമ്മയുടെ മുഖത്തെ ആ വല്ലായ്മ കാണുന്ന മഹി, എന്താ ജാനമ്മയ്ക്ക് ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ, എന്തോ നല്ല സുഖം തോന്നുന്നില്ല, എന്തായാലും കുഞ്ഞു ഉറങ്ങുകയല്ലേ, ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കുമ്പോൾ, അതിനെന്താ ജാനമ്മ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. സാധാരണ മോള് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് കരയാറുള്ളതാണ്, പക്ഷേ ഇന്ന് ജാനമ്മ പാല് കൊടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്, ഇനി എന്തായാലും ജാനമ്മ നാളെ വന്നാൽ മതി എന്ന് മഹി പറയുന്നുണ്ട്. തുടർന്ന് മഹി കുഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ലേഖയ്ക്ക് കുഞ്ഞിൻ്റെ ആ ഒരു ഉറക്കം കാണുമ്പോൾ എന്തോ ഒരു മനസ്സിൽ വല്ലാത്തൊരു പേടി ഉണ്ടാകുന്നുണ്ട്. എന്താ മഹി ഇത്ര നേരം കഴിഞ്ഞിട്ടും കുഞ്ഞ് ഉണരുന്നേ ഇല്ലല്ലോ എന്നെല്ലാം ലേഖ പറയുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ ജാനമ്മയാണെങ്കിലും അവിടെ നിന്നും പോകുന്നതിന് മുൻപായിട്ട്, ദൈവമേ, ഇങ്ങനെ ഒരു പൊടി കുഞ്ഞിനോട് ഞാൻ ഈ ഒരു ദ്രോഹം ചെയ്തു പോയല്ലോ, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പെറ്റമ്മയും പോറ്റമ്മയും കരയുന്നത് കാണേണ്ടി വരുമല്ലോ ദൈവമേ എന്നെല്ലാം ആലോചിച്ചിങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ദേവരാജനും ഭാര്യയാണെങ്കിൽ ജാനമ്മയെ കാത്തിരിക്കുകയാണ്. അമ്മയെ കാണാത്തത് എന്താണാവോ എന്നെല്ലാം മരുമകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാനമ്മ വരുന്നത്. എന്തായി അമ്മയെന്നെല്ലാം ദേവരാജൻ ചോദിക്കുമ്പോൾ, ആ പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞ് ഉണർന്നിട്ടില്ല, നിനക്കൊക്കെ ഇപ്പോൾ തൃപ്തിയായോ, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്, അത് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നെക്കൊണ്ട് ഇങ്ങനെയൊരു മഹാപാപം ചെയ്യിച്ചതിന് നീയൊന്നും ഒരിക്കലും ഗതി പിടിക്കില്ല എന്നും, എന്തായാലും ആ കുഞ്ഞിനോട് ഇങ്ങനെ ദ്രോഹം ചെയ്തതിന് ദൈവം തരുന്ന ശിക്ഷ അതെന്ത് തന്നെയായാലും വാങ്ങാൻ കാത്തിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മ ദേവരാജനെയും മരുമകളെയും ശപിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല, നിങ്ങളെ ആരും സംശയിക്കാനും പോകുന്നില്ല എന്നെല്ലാം ദേവരാജനും ഭാര്യയും ജാനമ്മയോട് പറയുന്നു. പിന്നീട് ദേവരാജൻ പ്രതാപനെ വിളിച്ച കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ആ പാല് കുഞ്ഞു കുടിച്ചു എന്നും അതിനുശേഷം കുഞ്ഞ് ഉണർന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളെല്ലാം അറിയിക്കുമ്പോൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് പ്രതാപൻ. തുടർന്ന് പ്രതാപൻ കാര്യങ്ങളെല്ലാം കരുണയെയും അറിയിക്കുന്നുണ്ട്. കുഞ്ഞിനെ നോക്കാൻ കണ്ണൻ കൊണ്ടുവന്ന് നിർത്തിയവർ കുഞ്ഞിന് കുടിക്കുന്ന പാലിൽ ഞാൻ കൊടുത്തുവിട്ട പൊടി കലക്കി കൊടുത്തു.
അതിനുശേഷം ആ കുഞ്ഞ് ഉണർന്നിട്ടില്ലെന്നാണ് ആ ദേവരാജൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഉണരാനും പോകുന്നില്ല. ആ കുഞ്ഞിന് 2 അമ്മമാരാണുള്ളത്. 2 പേരും മാറത്തടിച്ച് നിലവിളിച്ച് കരയുന്നത് കാണാനുള്ള ഭാഗ്യം മോൾക്കുണ്ടാകുമെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് കരുണയ്ക്കും മനസ്സ് നിറഞ്ഞു പോവാണ്. പക്ഷേ പ്രതാപൻ പറഞ്ഞത് കേട്ട് ഉണ്ണിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ഇയാൾ ഇങ്ങനെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം മനസ്സിൽ പറയുന്നു. അപ്പോൾ പ്രതാപൻ്റെയും കരുണയുടെയും ആ സന്തോഷം കാണുന്ന ഉണ്ണി പറയുന്നുണ്ട്, ആ കുഞ്ഞു പോയി എന്ന് ഉറപ്പ് കിട്ടട്ടെ, എന്നിട്ട് 2 ആളും ഇങ്ങനെ സന്തോഷിച്ചാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ കരച്ചിൽ ഞാൻ കാണേണ്ടി വരും കരുണ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഏതായാലും പ്രതാപന് അതൊക്കെ കേട്ട് ശരിക്കും ദേഷ്യം തോന്നിപ്പോവാണ് ഉണ്ണിയോട്. കാരണം ഉണ്ണിയെ കൊണ്ട് ഇതുവരെ ഒരു കാര്യവും നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ താനായിട്ട് കരുണയുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഉണ്ണിയുടെ പ്രതികരണം. അപ്പോൾ പ്രതാപനാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അങ്ങനെ ഇത്തവണ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞു പോയി. അവരുടെ സന്തോഷങ്ങളെല്ലാം അസ്തമിക്കാനായിട്ട് പോകുന്നു. ഇനി വിഷമിച്ച് മാത്രമേ അവർക്ക് ജീവിതം കഴിച്ചുകൂട്ടാൻ കഴിയൂ എന്നെല്ലാം ആലോചിച്ച് ശത്രുക്കൾ ഒന്നടങ്കം സന്തോഷത്തിലാണ്. പക്ഷേ ഇതിനിടയിലാണ് ഏറ്റവും വലിയൊരു അത്ഭുതം നടക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ട് മാർക്കോ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ മഹിക്കും അനന്തുവിനും ലേഖയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നു. അപ്പോൾ മാർക്കോ ഇതുവരെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. മാത്രമല്ല നൂലുകെട്ടിൽ പങ്കെടുക്കാനും മാർക്കോയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ടാണ് മാർക്കോ എത്തിയിരിക്കുന്നത്. കുഞ്ഞ് പാല് കുടിച്ച് നല്ല ഉറക്കത്തിലാണെന്നെല്ലാം മഹി പറയുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കാണണമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ മഹിയാണെങ്കിൽ കുഞ്ഞിനെ കാണിക്കാനായിട്ട് മാർക്കോയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അങ്ങനെ സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞത് പ്രകാരം തന്നെയാണ് മാർക്കോ അവിടെ എത്തിയിരിക്കുന്നത്. സിദ്ധിയായിട്ടുള്ള അമ്മയ്ക്ക് ജ്ഞാനദൃഷ്ടിയുടെ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് കഴിയും. അപ്പോൾ അമ്മ തന്നെയാണ് മാർക്കോയെ അവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കോയാണെങ്കിൽ കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നും എടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തവണ മരണത്തിലേക്ക് വഴുതി പോകുമായിരുന്നില്ല മോളെ. കൃത്യസമയത്ത് എത്തി നമ്മുടെ മാർക്കോയാണ് രക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല പാലിൽ വിഷം കലർത്തി കുഞ്ഞിനെ കൊലപ്പെടുത്താൻ നോക്കിയ ശത്രുക്കളുടെ ആ ക്രൂര പദ്ധതിയെക്കുറിച്ചും മാർക്കോ മഹിയെയും ലേഖയെയും അനന്തുവിനെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കും നമുക്ക് വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്